നമസ്കാരം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ എമ്പുരാൻ സിനിമ റിലീസാകുന്നതിൻ്റെ ആഘോഷങ്ങളായിരുന്നു. എന്നാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് എമ്പുരാൻ സിനിമയിൽ വളരെയേറെ ചർച്ചാ വിഷയമായ തിരക്കഥയെപ്പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സിനിമ വീണ്ടും സെൻസറിന് വിധേയമായി 6-7 കട്ടിങ്ങുകൾ ചെയ്യേണ്ടി വന്നു. ആദ്യത്തെ സെൻസർ ബോർഡ് വേണ്ട വിധം ശ്രദ്ധിച്ചിട്ടില്ല എന്നിങ്ങനെ ഒട്ടനവധി പരാതികളാണ് ഇവിടെ ചർച്ചാ വിഷയമായി കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരിക്കെ ദീപം FIS ചാനലും കൂടി അതിൻ്റെ വ്യക്തമായ അഭിപ്രായം പ്രേക്ഷകരെ ഇവിടെ രേഖപ്പെടുത്താം എന്നാഗ്രഹിക്കുന്നു. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ രാഷ്ട്രീയ ദീർഘവീക്ഷണമുണ്ട്, ചിന്തയുണ്ട്, ചായ്വുണ്ട്. അതനുസരിച്ചാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എനിക്കുമുണ്ട് രാഷ്ട്രീയ ചായ്വ്. എമ്പുരാൻ സിനിമയുടെ പ്രധാന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ലൈക്കയാണ്. ലൈക്ക ഏറ്റവും ഒടുവിൽ അവത്തിൽ നിന്നും പിന്മാറുകയും ആ കൂട്ടത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്തു എന്ന വാർത്തകളൊക്കെ ഏതാണ്ട് 2 മാസം മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞതാണ്. അന്നേരം തന്നെ എനിക്ക് ബലമായ സംശയമുണ്ടായിരുന്നു. കാരണം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയിൽ നിന്നും അവസാന നിമിഷം പിന്മാറുക എന്ന് പറയുന്നത്, ഒരു പ്രധാന നിർമ്മാണ കമ്പനി പിന്മാറുക എന്ന് പറയുന്നത് അതിൻ്റെതായ തക്കതായ കാരണങ്ങളുണ്ടാവും. കാരണം കഥ, തിരക്കഥ ഒക്കെ അവർ വായിച്ച് ബോധ്യപ്പെട്ടിട്ടാണല്ലോ ഇതിൻ്റെ കരാർ അഗ്രിമെൻ്റ് വെച്ച് ഇതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. എന്നിരിക്കെ ഏറ്റവും അവസാനം ഇവർ പിന്മാറുക എന്ന് പറയുന്നത് സത്യത്തിൽ അതിൽ എന്തോ ഒരു ദീർഘവീക്ഷണത്തിൽ എന്തോ ഒരു ദുരിതം അവർ മുൻകൂട്ടി കണ്ടിരുന്നു എന്നാണ് എനിക്ക് നേരത്തെ തന്നെ സംശയം തോന്നിയത്. കാരണം അറിയാമല്ലോ, നമുക്ക് ഏതൊരു സിനിമയാണെങ്കിലും ചെയ്തു വരുമ്പോൾ, അതായത് കഥ, തിരക്കഥ സ്ക്രിപ്റ്റിൽ കാണുന്നതല്ല സ്ക്രീനിൽ വരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ സ്ക്രീനിൽ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയാണ് കാണുന്നെങ്കിൽ അത് ആക്ച്വലി ഷൂട്ട് ചെയ്യുന്ന 6 മണിക്കൂറത്തെ വിഷ്വൽസൊക്കെ ആയിരിക്കും. പണ്ടൊക്കെ ഫിലിമുകളായിരുന്നു, അന്നേരം ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഫിലിമുകളല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തോരം വേണം ധാരാളം ഷൂട്ട് ചെയ്യാം. ലൊക്കേഷൻ്റെ റെൻറ്റും എക്സ്ട്രാ ഫീസും സർവീസ് ചാർജും ഒക്കെ വരുന്നുള്ളൂ, അല്ലാതെ ഫിലിമിനൊന്നും എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. തന്നെയല്ല, പഴയ കാലത്തേക്കാൾ കൂടുതൽ വളരെ സാങ്കേതിക മികവുള്ള ക്യാമറയും ടെക്നിക്കുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാലഘട്ടത്തിൽ ഒരു സംസ്ഥാനത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയിൽ നിന്നും ആ നിർമ്മാണ കമ്പനി പിന്മാറി എന്നറിഞ്ഞപ്പോഴേ എനിക്ക് ബലമായ സംശയമുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ മറ്റെന്തോ സാങ്കേതിക പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ എങ്കിൽ തന്നെ ലാൽ എന്ന മഹാനടനിൽ എനിക്ക് 100% വിശ്വാസമുണ്ടായിരുന്നു. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചതിവുകളിലൊന്നും പോയി ചാടുന്ന ഒരാളല്ല അദ്ദേഹം. ലാലേട്ടനാവട്ടെ, ഇച്ചാക്കയാവട്ടെ, ഇവർക്ക് സിനിമാ രംഗത്ത് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്. പ്രേം നസീർ സാറിൻ്റെ കാലം മുതലേ ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. ഇവർക്ക് ഈ സിനിമ ഓരോ കാലഘട്ടത്തും ഏത് രീതിയിൽ വളർന്നു സഞ്ചരിച്ചു പോകുന്നു എന്നതെല്ലാം ഇവർ ധാരാളം കണ്ടവരാണ്. അപ്പം ഇവർക്ക് അതനുസരിച്ച് ലോകപരിചയം, പൊതു അറിവ്, തിരിച്ചറിവ് ധാരാളം ഉള്ള ഒരു വ്യക്തികളാണ്. ഇവരുടെ ഭാഗത്ത് അത്തരം തെറ്റായ കീഴ്വഴക്കങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്നൊരു ഉറച്ച വിശ്വാസം ഈ കഴിഞ്ഞ നിമിഷങ്ങൾ വരെ എനിക്കുണ്ടായിരുന്നു. എന്നാൽ എമ്പുരാൻ സിനിമയുടെ കഥയും അതിൽ സംസാരിക്കുന്ന സബ്ജക്റ്റും നമുക്ക് കേൾക്കാനും കാണാനും സാധിച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളറ മനസ്സിലായത്, എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതിനകത്ത് ക്രിസ്ത്യൻസിന് തന്നെ ചെറിയൊരു എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ തമ്പുരാൻ എന്ന വാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡാണ് എമ്പുരാൻ എന്ന വാക്കും. ഞങ്ങളുടെ കേരളത്തിലാണ് ഇതിൻ്റെ വലിയ കുരിശ് വരയ്ക്കുന്നത്, കേരളത്തിൽ മലയാളികളാണ്. അപ്പം ഞങ്ങളെയെല്ലാം ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായതായി പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മളാരും കണ്ടില്ല എന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല, കാണാത്തവരുണ്ടായിരിക്കും.
പോരാത്തതിന് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സംസാരിച്ച രീതിയും ഞാൻ കേട്ടതാണ്. അങ്ങനെ നമ്മൾ പറയാൻ വരുന്ന കാര്യം നമ്മൾ ധൈര്യത്തോടെ പറയണം. സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി, മറ്റോ ഒരു രീതിയിലും കാണണ്ട എന്നൊക്കെ. സംഭവം ശരിയാണ്. സിനിമയെ സിനിമയായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ സിനിമ ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിനായിട്ട് ഒരിക്കലും കാശ് കൊടുത്ത് പോയി കണ്ട ആൾ പ്രയോജനം ചെയ്യും എന്ന് ആർക്കും വിലയിരുത്താൻ ഒക്കുകയല്ല. സിനിമ എന്ന് പറയുന്നത് 100% എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് പൃഥ്വിരാജ് എന്ന നടന് അല്ലെങ്കിൽ സംവിധായകന് തെറ്റുപറ്റാം. അദ്ദേഹത്തിന് ലാലേട്ടൻ്റെ മുമ്പിൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അതുപോലെ മുരളി ഗോപി ചേട്ടനും തെറ്റുപറ്റാം. ലാലേട്ടൻ്റെ എക്സ്പീരിയൻസിൻ്റെ മുമ്പിൽ ഒന്നുമല്ല ഇവർ രണ്ടാളും. ലാലേട്ടൻ എന്ന മഹാനടൻ, സിനിമാ നടൻ, ഇദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലെഫ്റ്റ് കേണൽ പദവി വരെ ലഭിച്ച ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരെ വിമർശിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫലം സംഭവിക്കുക എന്നത് കമലഹാസൻ ഒരു സിനിമയിലൂടെ ലോകത്തെ കാണിച്ചു കൊടുത്തതാണ്. ജയലളിത ഭരണത്തിലിരുന്നപ്പോൾ കമലഹാസൻ ഒരു പത്രസമ്മേളനത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഈ സിനിമ എന്നെ റിലീസ് ചെയ്യാൻ അനുവദിക്കണം, ഈ സിനിമ റിലീസായില്ലെങ്കിൽ ഞാൻ ഭിക്ഷ തണ്ടും, അല്ലെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് പൊക്കോളാം, എന്നെ ഈ സിനിമ റിലീസ് ചെയ്യാൻ ഇവിടെ റിലീസ് ചെയ്യാൻ അനുവദിക്കണം. പടത്തിൻ്റെ പേര് വിശ്വരൂപമാണെന്ന് തോന്നുന്നു. അതെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ മോഹൻലാൽ കണ്ടില്ലെന്നുണ്ടോ? അത് പോട്ടെ. ഈ വിജയുടെ സിനിമകളിൽ രാഷ്ട്രീയ പ്രമേയം വരുമ്പോഴത്തേക്ക് അത്തരം സിനിമകൾ അവസാന ഘട്ടത്തിൽ റിലീസാകാതെ കിടന്ന് ബബ്ബ വെക്കുന്നത് നമ്മളേവരും കണ്ടതാണ്. ഈ സിനിമാക്കാരും കണ്ടില്ലെന്ന് പറയാൻ വെക്കുമോ? എന്തിനധികം പറയുന്നു? ഈ അടുത്ത കാലത്ത് ഒരു 3 മാസം മുമ്പ് പുഷ്പ 2 റിലീസായി. അതിൽ ആന്ധ്രയിലെ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ മറ്റെന്തോ അവിടുത്തെ ഭരണത്തെ എന്തോ വിമർശിക്കുന്ന രീതിയിൽ ചില ഭാഗങ്ങൾ വന്നിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസും കാര്യങ്ങളൊക്കെ എടുത്ത് അദ്ദേഹത്തെ രായ്ക്ക് രാമായണം അറസ്റ്റ് ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവരാരും കണ്ടില്ലെന്നുണ്ടോ? ഇത്രയൊക്കെ പ്രതിസന്ധി നിലനിൽക്കെ തീർച്ചയായിട്ടും ഒരു ലൂസിഫറെ പോലെ ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു പുലിമുരുകനെ പോലൊരു സിനിമ, അല്ലെങ്കിൽ രാവണപ്രഭുവിനെ പോലൊരു സിനിമ, അതും അല്ലെങ്കിൽ എന്താ പറയുക മറ്റൊരു സിനിമ ഉണ്ടല്ലോ ആറാം തമ്പുരാൻ, ഇതൊന്നും ഇല്ലെങ്കിൽ ഈ സിനിമകളെല്ലാം കൂടെ കൂടി കലർത്തി ഒരു ഫുൾ 3 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ്, അടിപൊളി 2-3 പാട്ടുകൾ, അടിപൊളി 2-3 ഫൈറ്റുകൾ വെച്ച് ഒരു 30-35% ഒരു കഥ അങ്ങനെ വെച്ച് അവസാനിപ്പിച്ച് പോയാലും ലാലേട്ടൻ്റെ സിനിമ 100% വിജയിക്കുക തന്നെ ചെയ്യും. ലാലേട്ടൻ സ്ക്രീനിൽ വന്നാൽ തന്നെ സിനിമ വിജയിക്കും, അതിൽ ഒരു സംശയവുമില്ല. അത് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് ആർക്കും അറിയാൻ മേലെന്നുണ്ടോ? അതോ കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും തീരുമാനങ്ങൾ തെറ്റാണ്, ഇത് നാളെ നമുക്ക് ദോഷം ചെയ്യും, ഇത്തരം രീതിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് ദോഷം ചെയ്യും, ഇത് ഒരുപാട് പ്രതിസന്ധി നേരിടേണ്ടി വരും, ഒന്നാമത് ഞാൻ നിങ്ങളുടെ പ്രായമല്ല എൻ്റെ എന്നൊക്കെ പറയാനുള്ള പക്വത ലാലേട്ടനില്ലേ? ലാലേട്ടൻ അറിയാമല്ലോ, ലാലേട്ടന് നല്ലപോലെ സംസാരിക്കുന്ന ആളാണല്ലോ. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് കൈകാര്യം ചെയ്യുന്ന കഴിവും പക്വതയുള്ളൊരു മഹാമനുഷ്യനാണ് മോഹൻലാൽ എന്ന മഹാനടൻ. അദ്ദേഹത്തിനോട് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം ശക്തമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ സംവിധായകനും തിരക്കഥാകൃത്തും തീർച്ചയായിട്ടും അവത്തിൽ നിന്നും അവരുടെ ശൈലിയിൽ മാറ്റം വരുത്തിയേനെ. ലാലേട്ടന് വ്യക്തമായിട്ട് അറിയാം സിനിമ എന്ന് പറയുന്നത് ഒന്നാം തരം ബിസിനസ്സാണെന്നും അത് ചിലപ്പോൾ 100% വിജയിക്കും, ചിലപ്പോൾ 101% പരാജയപ്പെടും. അതിൻ്റെ ചേരുവകൾ മാതിരിയാണ്. എരിവും പുളിയും എത്രത്തോളം ചേർക്കുന്നു അതനുസരിച്ചാണ് അതിൻ്റെ വിജയവും പരാജയം, അല്ലേ? ഇതൊക്കെ ലാലേട്ടന് മറ്റാരേക്കാൾ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ള ഒരാൾ നമുക്ക് കാണുന്നിരിക്കുന്നത്. സ്ക്രീനിൻ്റെ ബാക്കിൽ ചിലപ്പം നല്ല എക്സ്പീരിയൻസുള്ള ടെക്നീഷ്യന്മാരുണ്ടായിരിക്കും. നമുക്ക് കാണുന്ന രീതിയിലുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ആളെന്ന് പറഞ്ഞാൽ സാക്ഷാൽ മോഹൻലാലേട്ടൻ തന്നെയാണ്. അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പം ആ സിനിമ വീണ്ടും സെൻസർ ബോർഡിൽ പോയതായിട്ട് ഞാൻ അറിയാൻ സാധിച്ചതല്ലേ. പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോയെന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകൾ പറയുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ ഇദ്ദേഹം സൂക്ഷ്മ നിരീക്ഷിക്കാൻ, അതായത് മോഹൻലാലിനെ പോലുള്ള മെയിൻ നടന്മാരായാലും ശരി നടിമാരായാലും ശരി, ഒപ്പം അഭിനയിക്കുന്ന നടന്മാരുടെ അഭിനയം അങ്ങേയറ്റം ഒരു സൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായി അറിയാം, ഞാൻ മാത്രമോ അല്ലെങ്കിൽ ഞാനും നായികയും മാത്രം അഭിനയിച്ചുകൊണ്ട് പടം ശരിയാണെന്നില്ല. ഈ ക്യാരക്ടർ ആക്ടേഴ്സ് ചെയ്യുന്നവരും പെർഫെക്റ്റായിട്ട് അഭിനയിച്ചാൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ കൂടുന്നതാണ്, എല്ലാവരുടെയും കൂടെ ഒത്തൊരുമയോടെ ചെയ്യുന്നതാണ് ഒരു ഇൻഡസ്ട്രിയാണ് സിനിമയെന്ന്. വിജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ നടന്മാരും
അവരവരുടെ റോള് വളരെ ഭംഗിയായി ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വിജയം അവിടെ ഉറപ്പിക്കാനാവുന്നുള്ളൂ. അല്ല നമ്മൾ മാത്രം നന്നായി ചെയ്തു ബാക്കിയുള്ളവർ മോശപ്പെടുത്തിയാലും ആ പടം പരാജയപ്പെടും എന്നതിൻ്റെ പേരിൽ ഈ മെയിൻ താരങ്ങളെല്ലാം ചെറിയ സഹനടന്മാരുടെ ഒരു സ്ക്രീനിൽ 2 മിനിറ്റ് മാത്രം വന്നു പോകുന്ന നടന്മാരുടെ വരെ അഭിനയം ക്യാമറയുടെ മുമ്പിൽ അവർ ആക്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ്. അത്രത്തോളം ശ്രദ്ധ പുലർത്തുന്ന ലാലേട്ടൻ എന്തുകൊണ്ട് ഈ കഥയിൽ ഇത്തരം പിഴവുകൾ തിരിച്ചറിയാൻ സാധിച്ചില്ല? ഒരു ചാനൽ അഭിമുഖത്തിൽ ഒരാൾ ശബ്ദരേഖയിലൂടെ പറയുന്നത് കേട്ടു, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനാണ്, അദ്ദേഹം ചിലപ്പം വില്ലനായിട്ട് അഭിനയിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ രാജ്യദ്രോഹ ക്യാരക്ടർ ചെയ്യേണ്ടി വന്നെന്നിരിക്കും. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു ആക്ടറാണ്, അദ്ദേഹത്തിന് അതിനകത്ത് വലിയ പ്രസക്തിയില്ല എന്ന് പറയുന്നത് അത് തെറ്റാണ്. ആ പറഞ്ഞ തെറ്റാണ്. ആ പറഞ്ഞ വാക്ക് ഒരു മാക്സിമം ഒരു 50 സിനിമ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആക്ടർക്കൊക്കെ ചേരും ആ പറഞ്ഞത്. പക്ഷേ ലാലേട്ടനെ പോലെ ഒരു മഹാനടനൊന്നും ആ വാക്കുകൾ ഒരിക്കലും ചേരുകയില്ല. ആ വാക്കുകളെന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചേരുകയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ കുട്ടിയായിരുന്നപ്പോഴും ലാലേട്ടൻ സ്ക്രീനിലുണ്ട്, ഞാൻ യുവാവായിരുന്നപ്പോഴും ലാലേട്ടൻ സ്ക്രീനിലുണ്ട്, എൻ്റെ മക്കൾ ഇപ്പോൾ കോളേജിൽ പോകുന്ന സ്റ്റേജിലും ലാലേട്ടനും ഇച്ചാക്കായും സജീവമായി നിറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്നാ, അവരുടെ ലോകപരിചയം എന്നാ? എന്തായാലും ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് വരുന്ന ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ ലാലേട്ടൻ്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണോന്നില്ല, കേൾക്കുന്ന നിങ്ങൾക്ക് അത് ശരിയാണോ നിർബന്ധമൊന്നുമില്ല, എൻ്റെ ഒരു വിലയിരുത്തലാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ കുട്ടിയായിരുന്നപ്പോഴും അദ്ദേഹം സ്ക്രീനിൽ സജീവമാണ്, ഞാൻ യുവാവായിരുന്നപ്പോഴും അദ്ദേഹം സജീവമാണ്, എൻ്റെ മക്കൾ കോളേജിൽ ഇപ്പോൾ യുവാക്കളായിട്ട് നിൽക്കുന്നു, അന്നേരവും അദ്ദേഹം സജീവമാണ്. ശരിയല്ലേ? അദ്ദേഹം എത്രയോ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട്, നടിമാരെ കണ്ടിട്ടുണ്ട്, സഹനടന്മാരെ കണ്ടിട്ടുണ്ട്, സംവിധായകരെ കണ്ടിട്ടുണ്ട്, എത്രയോ ലൊക്കേഷനുകൾ കണ്ടിട്ടുണ്ട്, ലോകത്തിൻ്റെ സകല ഏരിയകളിലും സഞ്ചരിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരു 2 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു നമ്മുടെ നടൻ്റെ പേരെന്താണ്, മുകേഷ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ആന്ധ്രയിൽ 5 വർഷം മുമ്പോ കൊറോണയ്ക്ക് മുമ്പെങ്ങാണ്ട് ആന്ധ്രയിൽ രാമോജി റാവു ഫിലിം സിറ്റിയിൽ ഷൂട്ടിംഗ് നടക്കുന്നു, ഇവരുടെ ഷോട്ടില്ല, ഇവർ റെസ്റ്റാണ്. തൊട്ടടുത്ത ഭാഗത്ത് തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി അല്ല, ബാലകൃഷ്ണനെ മറ്റോന്ന് തോന്നുന്നു, തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ, പേര് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, അവർ പേരൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. എന്നാൽ നമുക്കത് പോയി കണ്ടിട്ട് വരാം, നമുക്ക് ഏതെങ്കിലും സമയമുണ്ടല്ലോ എന്ന് കരുതി ലാലേട്ടനും മുകേഷ് ഏട്ടനും പോയതായിട്ടും അവിടെ ചെന്നു ഇവരെങ്ങ് ഇരുന്ന് സംസാരിച്ചു, സംവിധായകരോട് സംസാരിച്ചു, നിർമ്മാതാക്കളോട് സംസാരിച്ചു, എന്നിട്ടും അവിടെ ഷോട്ട് തുടങ്ങുന്നില്ല. നിശ്ചിത സമയം കഴിഞ്ഞാൽ ഷോട്ട് തുടങ്ങുന്നില്ല. അന്വേഷിച്ചപ്പോൾ എന്താ ഇവർ തുടങ്ങാമെന്ന് ചോദിച്ചപ്പം സഹസംവിധായകനോ നിർമ്മാതാവോ മറ്റോ ആണെന്ന് തോന്നുന്നു ലാലേട്ടനോട് വന്ന് പറയുക, സാർ താങ്കൾ ഇവിടുന്ന് മാറിത്തരണം, താങ്കൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് താങ്കളുടെ മുന്നിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. കാരണം മുന്നിലിരിക്കുന്ന അഭിനയ ജാമ്പവാനാണ് മുമ്പിൽ ഇരിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന. നമ്മുടെ താരങ്ങളെ അവർ കാണുന്ന രീതിയാണ്, മനസ്സിലായോ? മോഹൻലാലാകട്ടെ മമ്മൂട്ടി ആകട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ താരങ്ങളെ, മലയാളിയായ താരങ്ങളെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ കാണുന്ന രീതിയാണ്. ആ ജാമ്പവാൻ്റെ മുന്നിൽ ക്യാമറ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. ഒടുവിൽ അവർ വന്ന് പറഞ്ഞു, ആവശ്യപ്പെട്ടു, അപേക്ഷിച്ചു, ലാൽ സാർ തൽക്കാലം ഒന്ന് മാറിത്തരണം, ഞങ്ങൾക്ക് ഇങ്ങനെ സാറിനൊരു ബുദ്ധിമുട്ടുണ്ട് താങ്കളുടെ മുമ്പിൽ ആക്ട് ചെയ്യാനെന്ന്. ലാലേട്ടൻ പറഞ്ഞു, ഓക്കെ സാരമില്ല, ഞാൻ മൂവി ഞാൻ പിന്നെ കണ്ടോളാം എന്നും പറഞ്ഞ് അന്നേരം ഇവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്ഥലം വിടുകയായിരുന്നു. മനസ്സിലായോ? അത്രയ്ക്കും റെസ്പെക്റ്റാണ് നമ്മുടെ താരങ്ങളെപ്പറ്റി, പ്രത്യേകിച്ചും ലാലേട്ടനെയും ഇച്ചാക്കായും. അത്രയ്ക്കും എക്സ്പീരിയൻസും അനുഭവ സമ്പത്തും ഉള്ള വ്യക്തികൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇവർ വെറും ഒരു താരങ്ങളാണ് എന്ന് നമ്മൾ ഇവരെ ഒഴിവാക്കി പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തായാലും എമ്പുരാൻ സിനിമയെപ്പറ്റി ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, എന്തൊക്കെയാണ് വരാൻ പോവുക എന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? നമുക്കിതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഇത് വിദഗ്ധമായ ഒരു അഭിപ്രായമല്ല, എൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് ലാലേട്ടൻ എന്ന നടനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പൊളിയാണെങ്കിൽ പോലും ഞാൻ ഇഷ്ടപ്പെട്ട് കാണും. ഞാനെന്ന് മാത്രമല്ല, ഏതാണ്ട് കേരളീയർ 90% അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്, യാതൊരു മാറ്റമൊന്നുമില്ല. സിനിമ ഹിറ്റാണെങ്കിൽ 2 തവണ പോയി കാണും, മോശമാണെങ്കിൽ ഒരിക്കൽ കണ്ടിട്ട് പോരും. അതാണ് നമ്മുടെ ശൈലി. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി അവർക്ക് ഇത്തരം അബദ്ധങ്ങൾ നമ്മുടെ താരങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം.